ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ? ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാകില്ല. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ടേക്ക് കെയർ. താങ്ക്സ് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പ് നല്ല പാളിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. ശരി വെച്ചോ, അങ്ങനെ മേനോ സാറിന് അനുഗ്രഹം ഉണ്ടാവും. അത് മതിയുടെ എനിക്ക് ഫീസായിട്ട്. അതിലും വലുത് എന്തുണ്ട്? അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ. അധികാരം അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെ ഇന്ന് വരെ നീ വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന അധികാരം, അതിങ്ങനെ ഓരോന്നായി നഷ്ടപ്പെടുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പോവാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നീ ചെയ്തതിനൊക്കെ നിന്നോട് ഞാൻ പകരം ചെയ്യും. यो अम्मा यारे छोरे मेरे रखे पूरा देसी बल, रोक लेते जिंदगी लगा के पीछे डेसिमल, प्लेट में है रैपर ऊपर पेपर मेरी कैरी कर टांगे. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തു എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോവാം. Whatever you want deep inside your heart, it will definitely happen. So always think about positive things and happy things, and dreams come true. വെടിവെച്ച പൊട്ടാത്ത കരിമ്പാറെ നീ ഒന്ന് കുലുക്കി. ഈ ഓട്ടക്കാലനയ്ക്ക് വിലയുണ്ടെന്ന് കടുവാ ചാക്കോയ്ക്ക് നീ കാണിച്ചു കൊടുത്തു. പകരം നിനക്ക് എന്ത് വേണം? ആശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. നമുക്കെന്ത് വേണം, നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും ആ സുഹൃത്തിനെന്നല്ലാതെ അവനെ കൊണ്ട് നമുക്കെന്ത് സാധിക്കുമെന്ന് ആലോചിക്കുന്ന സുഹൃത്തുക്കളല്ല നല്ലത്. ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, എൻ്റെ ശത്രുക്കൾ എൻ്റെ സുഹൃത്തിൻ്റെയും ശത്രുക്കളായിരിക്കും, നിന്റെ സുഹൃത്ത് നിന്റെ ശത്രുവിന്റെ ശത്രുവായിരിക്കും. അത്രത്തോളമാണ് സൗഹൃദത്തിന്റെ ആഴവും പലതും. മോഹൻലാൽ പറഞ്ഞ ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കി. നമ്മളെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആരാണോ എൻ്റെ സുഹൃത്താണ്, ഞാൻ അയാളുടെ സുഹൃത്താണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയുള്ള ആളുകളാണ്? എല്ലാ രീതിയിലും നിങ്ങളെ ഉൾക്കൊള്ളുന്നവരാണോ, അതോ നിങ്ങളുടെ തെറ്റായ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നവരാണോ നിങ്ങളുടെ ഫ്രണ്ട്സ്? കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ ഒരു നല്ല സുഹൃത്തിന് നമ്മളെപ്പോഴും ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ കഴിയുന്ന ഫ്രണ്ട്സ്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടെ നിൽക്കുക. ഇനി അവർ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും താഴ്ചകളോ പ്രശ്നങ്ങളോ വന്നാൽ പോലും ഇവർ നമ്മളെ ചേർത്ത് നിർത്തും. അതേസമയം വേറെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർ നമ്മളുടെ ഫ്രണ്ട്സാണ്, പക്ഷെ നമ്മളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളോടായിരിക്കില്ല എന്ന് പറയുന്നത് മറ്റു പലരോടുമായിരിക്കും. ഇവരെയൊക്കെ നമുക്ക് ഫ്രണ്ടെന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഇവരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം ഓടിപ്പോകുന്നതും ഇവരായിരിക്കും. ഇവരോടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഇവരെ ഒന്നും പരിഗണിക്കാതിരിക്കുക. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മളുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം കൂട്ടിയാൽ മതി. ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതിൽ ഒരു കാര്യമില്ല. ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കൂടെ കൂട്ടുന്നതാണ് നമ്മളുടെ ജീവിതത്തിന് നല്ലത്.